കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാത്മീയ വർധനവിന് വേണ്ടിയാണ് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നതും കൊതിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും. എന്തിനു വേണ്ടിയാ? ആത്മീക വർധനവിന് വേണ്ടിയാണ് എല്ലാ ദൈവമക്കളും, ദൈവദാസന്മാരും ദൈവദാസിമാരും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും കൊതിക്കുന്നതും. എന്താണ് ആത്മീക വർധനവ്? ഒരു പെരുക്കമാണ് വർധനവ്. ഒരു പെരുക്കം. എന്തിൻ്റെ പെരുക്കമാണ്? ആത്മാവിൻ്റെ പെരുക്കത്തെയാണ് നമ്മൾ വർധനവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിലുണ്ടാകുന്ന വർധനവ്, ആത്മാവിനകത്ത് സ്വരൂപിക്കപ്പെട്ടിരിക്കുന്ന ശക്തിയുടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പെരുക്കത്തെയാണ് നമ്മൾ വർധനവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തീർന്നില്ല. ആത്മീക വർധനവ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ വർധനവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആത്മീക വർധനവ് എന്ന് പറയുമ്പോൾ അത് ആത്മാവുമായി ബന്ധപ്പെട്ട മാത്രം വർധനവിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ല. ആത്മീക വർധനവ് ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത് അവൻ്റെ മാനസിക മേഖലകൾക്കകത്ത് ഗുണനിലവാരം മെച്ചപ്പെടുമ്പോൾ മാത്രമാണ്. അവൻ്റെ കർമ്മ മേഖലകൾക്കകത്ത് ഗുണനിലവാരം മെച്ചപ്പെടുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ കർമ്മ മേഖലകൾക്കകത്തുള്ള ഗുണനിലവാരം മെച്ചപ്പെടുകയും മനസ്സിൻ്റെ ക്വാളിറ്റിയിൽ വർധനവ് സംഭവിക്കുകയും ആത്മാവിൻ്റെ വർധനവിന് വേണ്ടി ഒരു വ്യക്തി ഭയങ്കരമായി ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മാവിനകത്ത് സ്വരൂപിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യാത്മാവിനകത്ത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിക്കകത്ത് പെരുക്കമുണ്ടാകും, വർധനവുണ്ടാകും. ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ആരോ ഇങ്ങനെ ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ മനസ്സിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുന്നതെന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഗുണനിലവാരം വർദ്ധിക്കുന്നതെന്നും. എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. എന്നാൽ പിന്നെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഞാൻ നന്നാകാം എന്ന ഒരു തീരുമാനക്കാരനായി മാറേണ്ടതായിട്ട് വരും. എന്നാൽ അങ്ങനെയല്ല. ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളോടുകൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയും, അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മളെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന ഒരു പരിശുദ്ധാത്മാവല്ല. പ്രത്യേകിച്ച് നമ്മുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ദൈവം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു മേഖലയാണ് ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ. അവൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അവൻ എന്തിനു വേണ്ടിയാണ് ആത്മീക വർധനവിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? അവൻ്റെ ഉള്ളിലെ താല്പര്യം എന്താണ്? ആത്മീക വർധനം അവൻ ഉണ്ടായിട്ട് അവൻ എന്തിനു വേണ്ടിയാണ്? കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് ഇവൻ ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവനെ ശുശ്രൂഷ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇത്യാദി കാര്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം ആദ്യ പടി എന്നുള്ള നിലയിൽ വീക്ഷിക്കും. ദൈവം നോക്കും, തീർച്ചയായിട്ടും നോക്കും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ഒരുവൻ കൊള്ളാമെന്നുള്ളവനായി തെളിഞ്ഞ ശേഷം എന്ന് ബൈബിളിൽ പറയുന്നത്. കൊള്ളാമെന്നുള്ളവനായി തെളിയുന്ന ഒരു പീരീഡുണ്ട് ഒരു ആത്മീയ പൈതലിന്, ഒരു ദൈവ പൈതലിന്. കർത്താവ് തിരഞ്ഞെടുക്കുകയും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും കൊള്ളാമെന്നുള്ളവനായി തെളിയുന്ന ഒരു സമയമുണ്ട്. തെളിഞ്ഞതിന് ശേഷം കന്നന്തിരിവ് കാണിക്കാൻ പാടില്ല. തെളിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനത്തെ പണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കർത്താവിന് വേറെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അതങ്ങ് പോട്ടെ, ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എനിവേ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് വളരുക എന്നുള്ളതാണ്. അപ്പം വളർച്ച എന്തിനെക്കുറിച്ചാണ്? ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആത്മീയ വർധനവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ വർധനവ് എന്താണെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള ഒരു ആത്മീയ ജീവിതം പൊടി തട്ടാതെ വല്ലവിധനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചല്ല, പിന്നെയോ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു ശക്തിയുണ്ട്.
ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശക്തി, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബലം, ഇത്യാദി കാര്യങ്ങൾക്കകത്ത് വർധനവുണ്ടാകണം. അപ്പോൾ ആത്മീക വർധനവ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശക്തിക്കകത്ത്, നിലവിലുള്ള വിശ്വാസത്തിനകത്ത്, നിലവിലുള്ള ഗുണനിലവാരത്തിനകത്ത് അപ്ഡേഷൻസ് കൊണ്ടുവരിക, മെച്ചപ്പെട്ട ഒരു ആത്മശക്തി ഉള്ളവനായി മാറുക. ആത്മശക്തി ഉള്ളവനായി മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വ്യത്യസ്തമാകുന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. ആത്മീക വർധനവെന്ന് പറയുമ്പം കേവലം നമ്മളൊരു വർഷിപ്പ് കേട്ടാൽ കൂടെ കൈയടിക്കാനും, അവർ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ നമുക്കും കൂടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാനും, കൈയടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനും, നമുക്കൊന്ന് ചാടാനും തുള്ളാനും വേണ്ടി മാത്രമുള്ള ഒരു ആത്മശക്തിയെ അല്ല നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അത് അതിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അത് അതിൻ്റെ ഒരു അതിലൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തെ, അതിനേക്കാൾ വ്യത്യസ്തമാകുന്ന ഒത്തിരി അനുഭവങ്ങൾ വർധനവിനാഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് ഈ എൻഡ് ടൈമിൽ ദൈവം അതിനുവേണ്ടി കൊതിക്കുന്നവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൊതിക്കുന്നവരുടെ മേൽ കർത്താവ് വേഗത്തിൽ പകരുന്നൊരു കാലഘട്ടമാണ്. കാരണം യേശു കർത്താവിൻ്റെ വരവ് ഭയങ്കരമായിട്ട് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവ് ഭയങ്കരമായി അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധം നടക്കുമോ എന്ന് വരെ നമ്മൾ ചിന്തിക്കുന്ന, ഇന്ന് രാത്രി അത് പൊട്ടിപ്പുറപ്പെടുമോ എന്ന് വരെ ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് ആക്ച്വലി രാജ്യങ്ങൾ തമ്മിലുള്ള ചില ചർച്ചകളും മറ്റുമൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കപ്പയും പുഴുങ്ങി ചമ്മന്തി അരച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ നേരത്തെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള ശക്തി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു ആത്മഭാരമുണ്ടാകത്തുള്ളൂ. നമുക്ക് ആത്മഭാരം ഉണ്ടാകുന്നത് നമുക്ക് ലോൺ കിട്ടാതിരിക്കുമ്പോഴല്ല, നമുക്ക് ആത്മഭാരം ഉണ്ടാകുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിനകത്ത് പരാജയം സംഭവിക്കുമ്പോഴല്ല, നമുക്ക് ആത്മഭാരം ഉണ്ടാകുന്നത് ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആത്മാവുള്ള ഒരു മനുഷ്യനായിരിക്കണം. ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആത്മാവുള്ളൊരു മനുഷ്യനായിരിക്കണം. ഇനി ഞാൻ വർധനവിൻ്റെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ വർധനവ് ഒരു വ്യക്തിയിലുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ആത്മാവിൻ്റെ വർധനവ് ഒരു വ്യക്തിയിലുണ്ടായിക്കഴിഞ്ഞാൽ അവൻ വ്യത്യസ്ത എക്സ്പീരിയൻസുകളിലേക്ക് അവൻ കടക്കും. കാരണം അവൻ ടേസ്റ്റ് ചെയ്യുന്ന ഹെവൻലി ഡിഷസിൻ്റെ എണ്ണം വർദ്ധിക്കും. ഞാൻ ഈ പവർ മീറ്റിങ്ങിനൊക്കെ മുമ്പ് പോയപ്പോൾ, ഞാൻ ഈ ഒത്തിരി വർഷങ്ങളായി ഇപ്പോൾ പവർ മീറ്റിങ്ങിനൊക്കെ പോയിട്ട്, ഇപ്പം ഞാൻ അങ്ങനെ പോകുന്നില്ല. എനിക്കല്ലാതെ വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും അങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അവസരം കിട്ടിയാൽ പോവും, പക്ഷേ ഇവിടെ അടുത്തെങ്ങും കൊള്ളാവുന്ന ഒരു നല്ല ഒരു മീറ്റിംഗ് ഞാൻ അങ്ങനെ കണ്ടില്ല, അതുകൊണ്ട് പോയില്ല. പക്ഷേ ഞാൻ പോയ സമയങ്ങളിൽ ഞാൻ കണ്ട ചില കാഴ്ചകൾ, ചിലർ ആത്മസാന്നിധ്യം, ഇതിനനുകൂലിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരോട് ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ചിലർ ആത്മസാന്നിധ്യത്തിൽ അവർ ചിരിക്കുന്നത് ഞാൻ കണ്ടു. ചിലർ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഒരു തട്ട് തട്ടിയപ്പോൾ, അവരിലുള്ള ആത്മശക്തിക്കകത്ത് ഒരു തട്ട് കിട്ടിയപ്പോൾ കരയുന്നത് ഞാൻ കണ്ടു. ചിലർ ആത്മാവിൽ ഒരു തട്ട് കിട്ടുക മീൻസ് പരിശുദ്ധാത്മാവ് വന്നവരെ തൊട്ട കാര്യമോ പറയുന്ന കേട്ടോ. തട്ട് കിട്ടിയപ്പോൾ ചിലർ എന്തൊക്കെയോ പ്രവചിക്കുന്നത് മലയാളത്തിൽ പ്രവചിക്കുന്നത് ഞാൻ കേട്ടു. ചിലർ ആത്മാവിൽ തട്ട് കിട്ടിയപ്പോൾ അവർ മുട്ടുകുത്തി സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അവരെ പിടിച്ചാൽ എഴുന്നേക്കാൻ പറ്റും, അതുപോലെ ശക്തി അവരെ പൊതിഞ്ഞിരിക്കും. നമുക്കൊരു വ്യക്തിയെ പിടിച്ചു മാറ്റാൻ പറ്റും, പക്ഷെ പറ്റാത്ത പോലെ അവർ ഫുൾ അറസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ചിലർ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അവർ നിലത്ത് ഉരുളുന്നത് ഞാൻ കണ്ടു. ചിലർ ആത്മശക്തി വെളിപ്പെട്ട സമയത്ത് മറ്റെന്തോ ഭാഷ സാധാരണയല്ല ഉന്നതമാകുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് കണ്ടു. അന്ന് ഞാനൊരു തുടക്കക്കാരനാണ്. ദൈവശക്തി എന്നെ തൊട്ടു തുടങ്ങുന്നൊരു സമയം, ഇതിനേക്കാൾ വളരെ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നൊരു സമയം. ആ സമയങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്താ ഇവരേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ പരിശുദ്ധാത്മാവ് വന്നാൽ?
ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ആത്മാവാണോ? എന്നാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സമയത്താണ് ഓരോ സ്പർശനത്തിൻ്റെ വ്യത്യസ്തതകൾ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഞാൻ മറന്നുപോയൊരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഇടക്കാലത്തൊന്നും ഞാൻ പവർ മീറ്റിങ്ങിന് പോയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പവർ മീറ്റിങ്ങിനല്ല പോയത്. ഒരു അന്യഭാഷ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ നെയ്യാറ്റിൻകരയിൽ. കർത്താവിൻ്റെ അഭിഷിക്തൻ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഉണ്ടായിരുന്നു അന്ന് അവിടെ. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ഫിനി ചായൻ വരുന്നുണ്ട്, ബ്രദർ പറ്റുമെങ്കിൽ ഒന്ന് അവിടെ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമാകുന്ന ഒരു തിരിവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു ശ്രേഷ്ഠ അഭിഷിക്തനാണ് ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വാസ്തവത്തിൽ എന്താണെന്ന് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി. അനുകൂലിക്കുന്നവർ കാണും, പ്രതികൂലിക്കുന്നവർ കാണും, ഡസൻറ്റ് മൈൻഡ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇവിടെ നടന്ന സന്ദർഭത്തിൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മേലൊരു ദൈവശക്തി വരുമെന്ന്. പക്ഷേ എനിവേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരെ പോലെ ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒന്ന് എൻ്റെ മേൽ സംഭവിച്ചു. എടുത്തെറിയുന്നത് പോലെ സ്റ്റേജിൽ പോയി ഞാൻ അങ്ങ് തെറിച്ചു വീണു. പാസ്റ്റർ നിന്ന് ആ സ്റ്റേജിൽ പോയി തെറിച്ചു വീണ ഞാൻ പറയുന്നത് എനിക്കറിയാം, റിലം 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 റിലം. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് എൻ്റെ വായ പിടിച്ച് നിർത്തണമെന്നുണ്ട്. ഇന്ന് വായടയ്ക്കടോ എനിക്ക് നിർത്തണമെന്നുണ്ട്. കാരണം എല്ലാവരും സൈലൻ്റ് ആണ്. കാരണം ഈ ഒരു ശക്തി അവിടെ മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും സൈലൻ്റ് ആണ്, എല്ലാവരും വീഴുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് എന്നെ വന്ന് കർത്താവ് തൊട്ടേ. അപ്പോൾ ഞാൻ ഈ ഒറ്റ വാക്ക് റിലം 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 ഞാൻ അതിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്താ ഈ പറഞ്ഞേ, ഞാൻ എന്തിനാ അത് പറഞ്ഞത്? എനിക്ക് ഹോളി സ്പിരിറ്റ് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് ഗഹനമായി ചിന്തിപ്പിക്കാൻ തുടങ്ങി. എടാ, നമുക്ക് ഇപ്പം നീ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് മിനിസ്ട്രി, ഇങ്ങനെയാണ് പ്രസംഗം, ഇങ്ങനെയാണ് പ്രാർത്ഥന, ഇങ്ങനെയാണ് പാട്ട്, ഇങ്ങനെയാണ് അന്യഭാഷ. ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം, നിങ്ങൾ ആരോടും പറയണ്ട. നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളിത് അറിയണ്ട. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല ജീവിതം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല പ്രാർത്ഥനകൾ. എത്രയോ ഹയർ റേഞ്ചിലേക്ക് കയറാൻ ദൈവം മനുഷ്യന് പ്രൊവിഷൻ തന്നിട്ടും നമ്മൾ എന്തോ ചില ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നത്, നമ്മളിങ്ങനെ പ്രസംഗിച്ച് നിൽക്കുന്നത്, നമ്മളിങ്ങനെ മിനിസ്റ്റർ ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്താലേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു വ്യർത്ഥ ബുദ്ധിക്കകത്ത് ആരൊക്കെയോ അടയ്ക്കപ്പെട്ടു പോയി. എന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, മിസ്റ്റർ ദീപു കൃഷ്ണയ്ക്ക് കുറച്ചും കൂടെ വിശാലമായ ഒരു ആത്മതലം തുറന്നു കൊടുക്കണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ് ഓർ വൈ, നിങ്ങൾക്ക് കുറച്ചൊരു വ്യത്യസ്തമായ ആത്മീയ വർധനവിനുള്ള അവസരം തുറന്നു തരണം. കാരണം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഇറങ്ങി വന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്നോട് ഇറങ്ങി വന്ന് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ കരുതും ഇന്നത്തെ ആത്മീയ വർധനവിനെ കുറിച്ച് പാസ്റ്റർ പഠിപ്പിക്കുമ്പം അത് പാസ്റ്ററിന് അറിയാം, പാസ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന്. അങ്ങനെയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിലൂടെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ എൻ്റെ ശബ്ദത്തിൽ കൂടെ പഠിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ശബ്ദത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം വർധനവെന്ന് പറയുമ്പോൾ എനിക്കും വേണം, നിങ്ങൾക്കും വേണം. കുറച്ചും കൂടെ ബ്രോഡറായിട്ട് ചിന്തിക്കാൻ ഒരു വർധനവകത്ത് വന്നൊരു വ്യക്തിക്ക് മുമ്പിൽ മാത്രമേ ഈ സാധനം ദൈവത്തിന് തുറന്നു വെച്ചിട്ട് കാര്യമുള്ളൂ. ഈ സാധനം കൊണ്ടുവച്ചിട്ട് കാര്യമുള്ളൂ. എൻ്റെ കൊച്ചിൻ്റെ മുമ്പിൽ, 2.5 വയസ്സായ എൻ്റെ മോൻ്റെ മുമ്പിൽ ഞാനൊരു പെൻഡ്രൈവും കൊണ്ടുവെക്കും, ഞാനൊരു മിഠായിയും കൊണ്ടുവെക്കും. ചെക്കൻ ഏതെടുക്കും നിങ്ങൾ പറ? അല്ല, ഞാൻ മിഠായി മാറ്റിയിട്ട് ദാ മോനെ പെൻഡ്രൈവ്, സോങ്സ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് കോപ്പി പേസ്റ്റ് ചെയ്യുക, അത് ചെയ്യും ഇത് ചെയ്യുന്ന ഞാൻ ആ കൊച്ചൻ്റെ കയ്യിൽ അത് കൊടുത്ത് അവൻ 2 നേരം കടിക്കും, 2 കടി കടിക്കും, 3ാമത്തെ പ്രാവശ്യം അവൻ പട്ടിക്ക് എറിഞ്ഞു കൊടുക്കും. കാര്യം എന്താ? അത് അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അതിനേക്കാൾ അവനൊരു 15 വയസ്സായാൽ, അല്ലെങ്കിൽ 13 വയസ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ആയാൽ പെൻഡ്രൈവ് കൊണ്ടു കൊടുത്താൽ പെൻഡ്രൈവ് ആണെന്നെങ്കിലും അവന് മനസ്സിലാവും. അത് കമ്പ്യൂട്ടറിൽ കുത്താനുള്ള സാധനമാണെന്ന്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധനമാണെന്നെങ്കിലും കൊച്ചിന് മനസ്സിലാവും, ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും. പക്ഷേ ഒരു 2.5 വയസ്സുള്ള കൊച്ചിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടു കൊടുക്കേണ്ടത് മിഠായിയാണ്, അല്ലാതെ പെൻഡ്രൈവ് അല്ല, ഹാർഡ് ഡിസ്ക് അല്ല, പുസ്തകങ്ങളല്ല,
അവനിപ്പം മിഠായി നുണയാനുള്ള പ്രായവും പടങ്ങൾ കണ്ടും ലൈറ്റിൻ്റെ നിറം കണ്ടും ചിരിക്കാനുള്ളൊരു പ്രായവുമാണ്. ഇതുപോലെയാണ് നമ്മുടെ കാര്യം. നമുക്കകത്തൊരു വളർച്ച വന്നു എന്ന് ദൈവത്തിന് തോന്നാതെ ദൈവം വലിയ കാര്യങ്ങൾ, വലിയ ഡേറ്റകൾ നമ്മുടെ മുമ്പിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ദൈവം തയ്യാറാകത്തില്ല. ദൈവത്തിന് കഴിയത്തില്ല. ഒരു വർധനവ്, ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് കിടക്കുന്ന ഒരുവനാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ആഗ്രഹമുണ്ട് ദൈവത്തിന് കൂടുതൽ കാര്യങ്ങൾ ഇവൻ്റെ മുമ്പിൽ റിവീൽ ചെയ്യണം. പക്ഷേ അവനൊന്ന് ബ്രോഡറായിട്ട് ചിന്തിച്ചു തുടങ്ങാൻ, ഒരു ആത്മീയ പക്വതയുള്ളവനാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ മാത്രമേ അവിടുന്ന് ഉന്നതമാകുന്ന കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ റിവീൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മളിങ്ങനെ സെഗ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇന്ന ആൾക്കാർക്ക് മാത്രമേ ദൈവം റിവീൽ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ആയാൽ മാത്രമേ. അങ്ങനെയൊന്നും അല്ല. ദാഹമുള്ളവൻ എവിടെയുണ്ടോ അവിടെ ദൈവം തുറക്കും. പക്ഷേ ഈ ഇതാണ് ഞാൻ ആത്മീയ വർധനവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും സംസാരിച്ച് വന്നത്. ഈ ഒരു വർധനവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഇതൊരു വർധനവാണ്. ഇനിയും ഹയർ റിലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്, ഉന്നതമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനുണ്ട്. നമ്മൾ പറയുന്ന പോലെ 4, 3, 7 എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല മാത്തമാറ്റിക്സ്. ആരോ പറഞ്ഞു 4, 3, 7 അത്രയേ ഉള്ളൂ മാത്തമാറ്റിക്സ് എന്നാരോ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല അമ്മ, അതിനപ്പുറം കാര്യങ്ങളുണ്ട്. 4, 3, 7 എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല മാത്സ്. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അത്രയും തരത്തിലുള്ള ഒരു വലിയ കടലാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ 66 പുസ്തകങ്ങളേ ഉള്ളൂ. 65 കഴിഞ്ഞാൽ 66 എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നു. പക്ഷേ 6 കോടിയല്ല, 60 കോടിയല്ല, 600 കോടിയല്ല, 6000 കോടിയല്ല, 60,000 കോടിയല്ല, 6 ലക്ഷം കോടിയല്ല, അതിനപ്പുറം അർത്ഥങ്ങൾ, ദൈവത്തോളം വലിപ്പമുള്ള അർത്ഥങ്ങൾ കിടക്കുന്ന വിശുദ്ധ പുസ്തകങ്ങൾക്കകത്തു നിന്ന് ദൈവത്തിന് സംസാരിക്കണമെങ്കിലും, ദൈവത്തിന് അതിനകത്തുനിന്നുള്ള മർമ്മങ്ങളാകട്ടെ, നിധികളാകട്ടെ, ഖനികളാകട്ടെ നമ്മളിലേക്ക് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിലും, ആ പുസ്തകത്തിനകത്ത് നമുക്ക് തുറന്നു തന്നിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് ഗ്രഹിപ്പിക്കണമെന്നുണ്ടെങ്കിലും, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന വിജയ രഹസ്യങ്ങളെ നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിലും, ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി, എക്സ് ഓർ വൈ, നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉയരത്തിലെ ദൈവത്തിന് തോന്നണം. ആർക്ക് തോന്നണം? ഉയരത്തിലെ ദൈവത്തിന് തോന്നണം. ആ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മെ കർത്താവ് വളർത്തുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം ഒരു വ്യക്തിക്ക് ആത്മീയ വർധനവിന് വേണ്ടത് വളരണമെന്നുള്ളൊരു ദാഹമാണ്, വർദ്ധിക്കണമെന്നുള്ളൊരു ദാഹമാണ്, ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മനസ്സാണ്, ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മനസ്സ്. ആ മനസ്സുള്ളവർ മാത്രം ഒന്ന് കൈകൾ ഉയർത്തി പറഞ്ഞേ, എൻ്റെ കർത്താവേ, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രിയ കർത്താവേ, ഞാൻ എന്നെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, വളരണമെന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ അതിന് തടസ്സമായിട്ടുള്ള എല്ലാ ചരടുകളെയും, എല്ലാ വിലങ്ങുകളെയും അവിടെ നീ സെക്കൻഡിൽ പൊട്ടിക്കണമേ. കേൾക്കുന്ന വചനം ഒരാത്മീയ വളർച്ചയ്ക്ക് സഹായിക്കത്തക്ക നിലയിൽ, ഒരാത്മീയ വർധനവിന് സഹായിക്കത്തക്ക നിലയിൽ എന്നെ പണിതെടുക്കണമേ, എന്നോട് സംസാരിക്കണമേ, എന്നെ ഉറപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. ഒരു ദാഹമുള്ളൊരു വ്യക്തിയാണെന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി കേൾക്കുന്ന വചനങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. അപ്പോൾ ആത്മീയ വർധനവിന് വേണ്ടി ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ അവൻ കൂടുതൽ റിസ്ക് എടുക്കുകയാണ്. ആത്മീയ വർധനവിന് വേണ്ടി ഒരു വ്യക്തി തയ്യാറെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഡിസൈഡ് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി അവൻ സ്റ്റെപ്പ് വെക്കുമ്പോൾ അവൻ നിലവിലുള്ള റിസ്കിൽ നിന്ന് കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. കാരണം നിലവിൽ അവൻ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി സൈറ്റാനിക് അറ്റാക്കുകൾ അവൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു മനുഷ്യൻ വീണ്ടും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരവസ്ഥയാണ്. എനിക്ക് ആത്മീയമായ ഒരു വർധനവ് വേണം. ഇതൊരിക്കലും സാത്താനിക ലോകം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ദൈവത്തിൻ്റെ ആത്മാവിനാണെങ്കിലും സാത്താൻ്റെ ആത്മാവിനാണെങ്കിലും ഡയറക്റ്റ്ലി ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഒരു ഫിസിക്കൽ ബോഡി ഇല്ലാതെ. ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഫിസിക്കൽ ബോഡി വേണം. അതുപോലെ സാത്താൻ്റെ
ആത്മാവിനും ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ബോഡി വേണം. അപ്പോൾ ഒരു ശരീരത്തോടു കൂടിയ മനുഷ്യൻ ദൈവത്തിൻ്റെ മനുഷ്യനായി മാറാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നതോ ദൈവത്തിൻ്റെ മനുഷ്യനായി മാറാൻ വേണ്ടി തീരുമാനിച്ചുറയ്ക്കുന്നതോ സാത്താനീയ ലോകത്തിനോ സാത്താനെ അനുഗമിക്കുന്ന ഭൂതങ്ങൾക്കോ ഇഷ്ടമല്ല. അവർ സഡൻലി തന്നെ, അടുത്ത ദിവസമല്ല, സഡൻലി തന്നെ നമ്മളെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരാൽ കഴിയുവോളം സ്റ്റെപ്പ് ബൈ ആയിട്ട് അവർ പല കാര്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരു ശരീരത്തോടു കൂടിയ ആത്മാവ് ദൈവത്തിങ്കലേക്ക് പോയി ചേർന്ന് കഴിഞ്ഞാൽ ദൈവം അവനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഈ ഭൂമിയിൽ യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശരീരത്തോടുകൂടെ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനായി നിങ്ങൾ ചേർക്കപ്പെട്ടാൽ മീൻസ് ദൈവത്തിൻ്റെ കൈക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ദൈവം എന്ത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സൊസൈറ്റിയിൽ, നിങ്ങളുടെ ചർച്ചിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം നിങ്ങളെ എടുക്കത്തുള്ളൂ, യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് അവൻ്റെ അനുയായികൾക്ക് ഭയങ്കര ഭീഷണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ ആ ഒരു തീരുമാനത്തിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. ഏതൊക്കെ രീതിയിലാണ് സാത്താൻ ഒരു മനുഷ്യൻ്റെ ആത്മീയ ചോർച്ച ഉണ്ടാക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. എന്നാണെന്നറിയാമോ? ഒരു മനുഷ്യൻ നടക്കുന്നു, ഒരു ദൈവത്തിൻ്റെ മനുഷ്യനാണ് നടക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ നെഞ്ച് അവൻ്റെ വയറ്, അവൻ്റെ ഈ സൈഡ്, ഇതിൽ കൂടെ അല്ല ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ നടക്കുക. പക്ഷെ അവൻ എന്താ? ദൈവത്തിൻ്റെ മനുഷ്യനാണ്. പക്ഷെ അവൻ നടക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ചാടി നടക്കുക. താഴെ വായിച്ചു നോക്കി, ഇവിടെ അഭിഷേകം ചോരുന്ന വഴികൾ എന്ന് പറഞ്ഞ് കണ്ടത്. നമ്മൾ നടക്കുന്നു, നമ്മൾ ദൈവത്തെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധനം നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട്, നമ്മുടെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ട്, നമ്മൾ സെക്യൂർ അല്ലാത്തത് കൊണ്ട് അഭിഷേകം ചോർന്നു പോകുന്ന ഒരു വീഡിയോ ആണത്. അപ്പം ഞാനതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചു. ചേടാ, ഇതാണല്ലോടാ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ അജ്ഞത മൂലം സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. നമ്മുടെ അഭിഷേകം ചോർന്നു പോകുന്നു. അപ്പം ഒറ്റ കാര്യമേ സാത്താന് ചെയ്യാനൊക്കത്തുള്ളൂ. എന്താ? നിങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ശക്തി നിങ്ങളിൽ നിന്ന് ചോർത്തുക. അല്ലാതെ സാത്താന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അധികം സമയം ഹോൾഡ് ചെയ്യാനോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സാത്താൻ്റെ ലോകത്തേക്ക് ഡൈവേർട്ട് ചെയ്യാനോ സാധിക്കത്തില്ല. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അഭിഷേകം നഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ മനുഷ്യനല്ലാത്ത നിലയിൽ എഴുതിത്തള്ളപ്പെടുന്നത്? എങ്ങനെയാണ് സാത്താനീയ ലോകം ദൈവത്തിൻ്റെ മനുഷ്യനെ എതിരെ വാദിച്ച് സംസാരിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് പിടിച്ചെടുക്കുന്നത്? ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തിമോത്തിയോസാണ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായി പൗലോസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പൗലോസ് തൻ്റെ പുത്രനായ തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ, ശ്രദ്ധിച്ചാട്ടെ, ആജ്ഞയുടെ 5 കൂടെ വായിക്കുക കേട്ടോ. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഉദ്ദേശമുണ്ട്, പൗലോസിൻ്റെ ഉപദേശത്തിനും ഉദ്ദേശമുണ്ട്. പൗലോസിൻ്റെ ഉപദേശങ്ങളൊന്നും പൗലോസിൻ്റെ ഇഷ്ടത്താൽ ചെയ്തതല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലും നടത്തിപ്പിനാലും പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. അല്ലാതെ ആരും വന്ന് പൗലോസിനോ അവനിട്ട് കുത്തി ഒരു വചനം കൂടെ വെച്ച് എഴുതി കയറ്റിക്കൂടച്ചാ എന്നൊന്നും പറഞ്ഞ് ആരും വന്ന് കുത്തിത്തിരിപ്പിച്ച് എഴുതിച്ചൊന്നും അല്ല. ചിലർ ആരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വചനം കൂടെയൊക്കെ വെച്ച് കുത്തി കയറ്റി കൊടുക്കും. മോനെ, വചനം എന്ന് പറയുന്ന കുത്താനുള്ളതല്ല, പൊറുപ്പിക്കാനുള്ളതാണ്. കേട്ടാട്ടെ. അപ്പം ആജ്ഞയുടെ ഉദ്ദേശമോ അപ്പം ഉദ്ദേശമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ ആജ്ഞ. ഒന്നുകൂടെ ലളിതമായി പറയാം, ഉദ്ദേശമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ ശബ്ദം. ഇപ്പം നിങ്ങളുടെ അരികിലേക്ക് ഈ വേർഡ് വരുന്നത് ഒരു ഉദ്ദേശവും ഇല്ലാഞ്ഞിട്ടല്ല. നിങ്ങളുടെ അരികിലേക്ക് ഈ ഒരു മെസ്സേജ് ഇന്ന് എത്തിയത് ഒരു ഉദ്ദേശവും ഇല്ലാഞ്ഞിട്ടല്ല. എനിക്ക് വേണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ എടുക്കാം,
എനിക്ക് ദൈവത്തിനല്ല, എനിക്ക് എടുക്കാം. നിങ്ങളെ ഒന്ന് കത്തിക്കുന്ന വാക്യങ്ങൾ എടുക്കാം. ആർക്ക്? എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് ബലപ്പെടുത്തുന്ന വാക്യം എടുക്കാം. ആർക്ക്? എനിക്ക്. പക്ഷെ ദൈവം എടുക്കത്തില്ല. ഞാൻ എടുക്കും, ദൈവം എടുക്കത്തില്ല. ദൈവത്തിന് അറിയാം ദൈവത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ, ദൈവത്തിൻ്റെ ഒരു ദിവസത്തിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം. ഞാൻ വീണ്ടും ദൂതായി പറയുന്നു, 2-ാം ദിവസം കർത്താവ് ചെയ്യേണ്ട ക്രിയേഷൻ 6-ാം ദിവസത്തിലേക്ക് മാറ്റിയതുമില്ല. 6-ാം ദിവസത്തിൽ ചെയ്യേണ്ട ക്രിയേഷൻ 2-ാമത്തെ ദിവസത്തേക്ക് കൊണ്ടുവന്നിട്ടുമില്ല. 1-ാം ദിവസം കർത്താവ് ചെയ്യേണ്ടത് ചെയ്തു, നല്ലത് എന്ന് കണ്ടു, അതിനെ അനുഗ്രഹിച്ചു. 2-ാം ദിവസം ചെയ്യേണ്ടത് കർത്താവ് ചെയ്തു, നല്ലത് എന്ന് കണ്ടു, അതിനെ അനുഗ്രഹിച്ചു. 3-ാം ദിവസം ചെയ്യേണ്ടത് ചെയ്തു, അനുഗ്രഹിച്ചു. ദൈവത്തിനറിയാം എന്ത് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരണമെന്ന്. ഞാൻ ആരോട് പ്രവചിച്ച് സംസാരിക്കുകയാണ്. ദൈവത്തിനറിയാം. നമ്മൾ ദൈവത്തെ പിടിച്ച് കുലുക്കുമ്പോഴോ ബഹളം വെക്കുമ്പോഴോ പട്ടിണി സമരം കിടക്കുമ്പോഴോ ഒന്നും അല്ല. കർത്താവിനറിയാം എന്ത് എൻ്റെ ജീവിതത്തിൽ, എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യണമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. ഞാൻ വീണ്ടും പ്രവചിച്ച് പറയുന്നു, ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവം മാറിപ്പോയിട്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ തരാതിരിക്കത്തുമില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവം ചെയ്യാതിരിക്കത്തുമില്ല. ദൈവത്തിൻ്റെ ആജ്ഞയുടെ ഉദ്ദേശമോ അർത്ഥം, ദൈവത്തിൻ്റെ ഒരാജ്ഞ അല്ലെങ്കിൽ അഭിഷേകമുള്ളൊരു മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നൊരു വാക്ക്, അതിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ പൗലോസിൻ്റെ ഉദ്ദേശമാണെന്ന് പറയുന്നത്? അല്ല. പൗലോസിന് തിമോത്തിയോസ് ശുദ്ധഹൃദയം ഉണ്ടായിട്ട് എന്തോ ചെയ്യാനാ? തിമോത്തിയോസിന് നല്ല മനസാക്ഷി ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് നിറയാനാണോ? അല്ല. ഈ ശുദ്ധഹൃദയം, മനസാക്ഷി, നിർവ്യാജ വിശ്വാസമൊക്കെ ആഗ്രഹിക്കുന്നത് സാക്ഷാൽ ദൈവമാ. ഞാൻ തിരിച്ചൊന്ന് സംസാരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് നിർവ്യാജ വിശ്വാസം ഉണ്ടാകണം. നിങ്ങൾക്ക് നിർവ്യാജ വിശ്വാസം ഉണ്ടായാൽ എന്തിന് ഞാനത് പറയുന്നു? എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിന് ബെനിഫിറ്റ്. അല്ലാതെ എനിക്കെന്താ ബെനിഫിറ്റ്? അങ്ങനെ ഒരു ബെനിഫിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഞാൻ തിരിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നിങ്ങൾ നല്ല മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ, ദീപു പാസ്റ്ററിന് സ്തോത്രം. അല്ല, നല്ല മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ നാട്ടുകാർ നിങ്ങളെ നല്ലതെന്ന് പറയും, അതിലുപരി ദൈവം നിങ്ങളെ നല്ലതെന്ന് പറയും. അപ്പോൾ പൗലോസിൻ്റെ ഉദ്ദേശം നല്ല പറയുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ എന്ന് പറയുമ്പോൾ ആജ്ഞയ്ക്കൊരു ഉദ്ദേശമുണ്ട്. ദൂതായി ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ വേർഡിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദത്തിനൊരു ഉദ്ദേശമുണ്ട്. എവിടെയെങ്കിലും കർത്താവ് ദൂതനോട് സംസാരിച്ച വാക്ക് ചുമരിന്മേൽ തട്ടി ഭൂമിയിൽ വീണ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൂതനോട് ചെന്ന് ചേരേണ്ട കൽപ്പനകൾ ദൂതനിലേക്ക് ചെന്ന് ചേരുന്നത് പോലെ, സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന മൂപ്പന്മാരോട് പറയേണ്ട കാര്യങ്ങൾ മൂപ്പന്മാരിലേക്ക് ചെന്ന് ചേരുന്നത് പോലെ, സ്വർഗീയ ജീവികളിലേക്ക് ദൈവം കൽപ്പിക്കുന്ന വാക്കുകൾ എവിടെയും തട്ടിത്തെറിച്ച് ഭൂമിയിലോ നക്ഷത്രങ്ങളിലോ പോയി ചെന്ന് പതിക്കാത്തതുപോലെ, ഇന്ന് ഈ സന്ദേശത്തിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോടുള്ള ദൈവ ശബ്ദങ്ങൾ, ഇന്ന് ഈ സന്ദേശം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോടുള്ള ദൈവിക അരുളപ്പാടുകൾ, ഇന്ന് ഈ സന്ദേശം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം കണ്ട നിങ്ങളുടെ മേലുള്ള ദൈവിക വിടുതലുകൾ എവിടെയും തട്ടിത്തെറിച്ചു പോകുകയില്ലെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലരെ മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം അത് നിന്റെ മേലാ വീഴുന്നതെങ്കിൽ, ചിലരെ മറികടന്നു വരുന്ന ഒരു സെലക്ഷൻ അത് നിന്റെ മേലാ വരേണ്ടതെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു മറയില്ല, അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു ദുഷ്ടകരമില്ല, അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു ദുഷ്കർമ്മവുമില്ല. കാരണം ആജ്ഞയ്ക്ക് ഉദ്ദേശമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ? അപ്പോൾ ഒരു ആജ്ഞയ്ക്കൊരു മനുഷ്യനിൽ എന്തോ ചെയ്തെടുക്കാൻ കഴിയുമത്രേ. ഒരു ദൈവ ശബ്ദത്തിനൊരു മനുഷ്യനിൽ എന്തോ ചെയ്തെടുക്കാൻ കഴിയുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. വചനം കേട്ട എന്തോ നടക്കും? ഒരാശ്വാസം കിട്ടും. ആരോ തെറ്റിദ്ധരിച്ചു പറഞ്ഞു. വചനം കേട്ട ഒരാശ്വാസം കിട്ടും. ആരോ തെറ്റിദ്ധരിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി തെറ്റായി അതിനെ ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇന്ന് തിരുത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക പോലും വേണ്ട. എപ്പോഴും നമ്മൾ യൂട്യൂബ് മെസ്സേജ് കേട്ടാൽ മതി. അപ്പൊ അവിടെ അല്ല അതിന്റെ ശരി. അത് കോഡിങ്ങിൽ എന്തോ പ്രശ്നം പറ്റി. അപ്പൊ ദൈവവചനം കേട്ട എന്തോ വരും, എന്തോ സംഭവിക്കും. തിരുത്തി എഴുതിക്കോ. ചില ഉദ്ദേശങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവത്തിന് എൻ്റെ ലൈഫിൽ ചെയ്യാനുള്ള ചില ഉദ്ദേശങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ആജ്ഞയുടെ ഉദ്ദേശമോ എന്ന് പറയുമ്പോൾ, ദൈവത്തിന് ഒരു സഭയുടെ മേൽ,
ദൈവം ആ ആജ്ഞ കൊടുത്തൊരു വ്യക്തിയുടെ മേൽ, ഇപ്പം ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ദൈവമക്കൾ യൂട്യൂബിലായിട്ടും സൂമിലായിട്ടും ഒക്കെ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളുടെ മേൽ ഈ ആജ്ഞ നൽകുന്നത് കൊണ്ട് ചില ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. ആ ഉദ്ദേശങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ പോകുന്നു. പൗലോസിനോട്, തിമോത്തിയോസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അന്യത ഉപദേശിക്കരുതെന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരു വ്യക്തിയിൽ ചെയ്തെടുക്കാൻ കഴിയാത്ത ചില കാരണങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ വർധനവിന് അനുവദിക്കാത്ത ചില കാരണങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് ആത്മീയ വർധനവിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ മേൽ ആത്മീയമാകുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പാക്കി എടുക്കാൻ കഴിയാത്ത ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ എഴുതിയത്. ആമേൻ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്കു മാത്രം ഉതകുന്ന കെട്ടുകഥകൾ, അനാവശ്യമാകുന്ന തർക്കങ്ങളും അനൈക്യതകളും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഉദ്ദേശവും, അതൊരു വീട്ടിലാകട്ടെ, ഒരു സഭയിലാകട്ടെ, ഒരു ഓർഗനൈസേഷനിലാകട്ടെ, ഒരു കൂട്ടായ്മയിലാകട്ടെ, ചെറിയൊരു കൂട്ടായ്മയിലാകട്ടെ, വലിയൊരു കൂട്ടായ്മയിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കേൾക്കാവോ? നിങ്ങൾക്ക് കേൾക്കാം. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. ഓക്കെ. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. എങ്ങനെ? അനാവശ്യമാകുന്ന തർക്കങ്ങൾ. ഒരു വ്യക്തിയുടെ അഭിഷേകം ചോർന്നു പോകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് തർക്കം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫാമിലിക്കകത്ത് ഏറ്റവും കൂടുതൽ സാത്താൻ കൊണ്ടിട്ടേക്കുന്ന സീഡാണ് തർക്കത്തിൻ്റെ സീഡ്. അത് കാര്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം തർക്കിക്കുന്ന ഒരു സീഡ്. വിശ്വാസ ഗോളത്തിനകത്ത് ഞാൻ എൻ്റെ കൂടെ 1-2 പേരെ ഞാൻ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയപ്പോൾ അവർ സുവിശേഷം പറയുന്ന ഒരു രീതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, തൂക്കിയെടുത്ത് അടിച്ചിട്ട് യേശുവാണ് ജീവനുള്ള ദൈവം, അതുകൊണ്ട് അംഗീകരിച്ചോണം എന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. മറ്റു ചില സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തിയിട്ട് യേശു, അയ്യോ ആന്നോ, എന്നാ പിന്നെ ഞാൻ ക്രിസ്തുവിലേക്ക് ആയേക്കാം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുവിശേഷം. തർക്കം. നമ്മുടെ ദൈവം നമ്മളെ ഒരു മതത്തെ താഴ്ത്തി സംസാരിക്കാനോ അവരുടെ വിശ്വാസങ്ങളെ ഹനിച്ചിട്ട് നമ്മുടെ വിശ്വാസം ഏറ്റവും വലുത് എന്ന് പഠിപ്പിക്കാനോ അല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. കാരണം പൗലോസിൻ്റെ ആകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ആകട്ടെ ഉപദേശത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് താൻ ഇവിടെ വ്യക്തമായി എടുത്തു പറയുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. അത് ഭയപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ടോ നരകത്തിൻ്റെ ഞെട്ടിക്കുന്ന കഥകളെ കേൾപ്പിച്ചിട്ടോ ആമേൻ 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 അല്ലാതെ മറ്റു ചില ഭയപ്പെടുത്തുന്ന ഭൂതപ്രേത വിശാചികളെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടോ ഒന്നും വരേണ്ട ഒന്നല്ല വിശ്വാസം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിന് ദൈവവ്യവസ്ഥയ്ക്കല്ലാത്ത അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് നീ ചിലരോട് ആജ്ഞാപിക്കണം. നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്.
നിങ്ങൾ എന്ത് ശ്രദ്ധിക്കരുത് എന്നതിനെ കുറിച്ചാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ എന്നെ ആത്മീക വർധനവിലേക്കും, എൻ്റെ ഒരു അശ്രദ്ധ എന്നെ ആത്മീയ തകർച്ചയിലേക്കും കൊണ്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ തിരുവെഴുത്തിനകത്തുകൂടെ വെളിപ്പെടുത്തുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ മനുഷ്യനെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ആലോചനയും എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ അളവിലും ഒരു വർധനവും വളർച്ചയും ഉണ്ടായിരിക്കണം. ഒരു വർധനവും വളർച്ചയും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ, ഒരു വ്യക്തിയുടെ ആത്മീയ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഒരാത്മീയ വർധനവ് നമ്മളിൽ കൊണ്ടുവരാൻ കഴിയാത്തതും, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാകട്ടെ, വാഗ്ദത്തങ്ങളാകട്ടെ, കർത്താവിൻ്റെ ഉദ്ദേശങ്ങളാകട്ടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതായിട്ടും, ഒരുവനിൽ ആത്മീയ അഭിഷേകത്തിൻ്റെയും ശക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ചോർച്ച സംഭവിക്കുന്നതുമാകുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തുറന്നു തരുന്നൊരു കാര്യം, ജഡികനല്ല മനുഷ്യൻ. മനസ്സിലായില്ല? ജഡികനെ അല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യനല്ല ജഡികൻ എന്ന് പറയുന്നത്. ജഡം ഈസ് എ ഡിഫറൻറ്റ് വൺ. ജഡം എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയുണ്ട്, ശേഷം മനുഷ്യനെ പോലെ ജീവിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആത്മീയനായിട്ടാണ്. അത് ഞാൻ ആത്മീയനായോണ്ടാണ്. എന്നാൽ എന്നിൽ ജഡം എന്നൊന്ന് പറയണമെങ്കിൽ എന്നെ ഇങ്ങനെ കണ്ടാൽ പറ്റില്ല, ഞാൻ മനുഷ്യനാണ്. എന്നിൽ ജഡം എന്ന മറ്റൊരവസ്ഥ വെളിപ്പെടണം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒന്നുകൂടെ നമുക്ക് പുറകിലേക്ക് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് പറയുമ്പോൾ, നീ ഒരു ജഡികനായ മനുഷ്യനല്ലേ എന്ന് ഒറ്റ വാക്കിൽ പറയാതെയും ജഡികന്മാരായും ശേഷം മനുഷ്യരെ പോലെ എന്ന് പറയുമ്പോൾ 2 വ്യത്യസ്ത അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യനായിരിക്കുന്നത് കൊണ്ടല്ല, ഒരു പച്ച മനുഷ്യനായിട്ടിരിക്കുന്നത് കൊണ്ടോ ഒരു പ്രാകൃത മനുഷ്യനായിട്ടിരിക്കുന്നത് കൊണ്ടോ അല്ല ദൈവത്തിനൊരു വ്യക്തിയിലേക്ക് കടന്നു വരാൻ കഴിയാത്തതും, ദൈവത്തിനൊരു വ്യക്തിയെ യൂസ് ചെയ്യാൻ കഴിയാത്തതും, ദൈവത്തിനൊരു വ്യക്തിയിൽ പ്രസാദിക്കാൻ കഴിയാത്തതും. അവൻ മനുഷ്യനായിരിക്കുന്നതുകൊണ്ടല്ല. നീക്ക് എന്തൊരു മനുഷ്യനാടേ? അല്ല, അതല്ല ഇവിടുത്തെ പ്രശ്നം. അവനിലത്തെ ഒരു ജഡികന്റെ മറ്റൊരവസ്ഥയുണ്ട്. ദൈവം വെറുക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സേവ് ചെയ്തതെന്നറിയാവോ? അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന മനുഷ്യനെ സേവ് ചെയ്തതെന്നറിയാവോ? ഞാൻ മനുഷ്യനായോണ്ട് എന്നെ സേവ് ചെയ്തേ. എന്നാൽ എന്നിലത്തെ ജഡികനെ ദൈവം സേവ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഒരു ദൈവ പൈതലായി മാറിയതിനു മുമ്പേ എന്നിലൊരു ജഡികൻ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞ എന്താ, ഇവൻ കൊള്ളത്തില്ല കേട്ടോ, ഇവനെ ദൈവവേലയ്ക്ക് എടുക്കല്ലേ, ഇവൻ കൊള്ളത്തില്ല, ഇവനെന്നാ പറഞ്ഞേ. ഞാൻ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞേ. പക്ഷേ കർത്താവ് എന്നെ കണ്ടത് അങ്ങനെയല്ല, സെപ്പറേറ്റ് ചെയ്താൽ കണ്ടേ. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ എണ്ണുന്ന പോലെ അല്ല ദൈവം നമ്മളെ എണ്ണുന്നത്. എന്നെ സെപ്പറേറ്റ് ചെയ്ത്. ഇപ്പം നിങ്ങൾ കരയുന്നു, നിങ്ങളൊരു തെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കരയുന്നു, ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തേ കാണത്തുള്ളൂ. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രവൃത്തിയും സെപ്പറേറ്റ് ചെയ്തേ കാണത്തുള്ളൂ. നിങ്ങളൊരു പാപം ചെയ്തു പോയി, പാപം ചെയ്തിട്ട് നിങ്ങൾ വയ്യ എൻ്റെ കർത്താവേ ഞാനത് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്, നിങ്ങൾ മുട്ടുമേരുന്ന് കരയുന്നു, നിങ്ങൾ തലതല്ലി കരയുന്നു, നിങ്ങൾ ദുഃഖിച്ചിരിക്കും, നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യും ദൈവം.
കാരണം കരയുന്ന വ്യക്തി ദൈവത്തിൻ്റെ മനുഷ്യനും ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തി. ഇത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ? നിങ്ങൾ അറിയാതെ ഒരു കള്ളം പറഞ്ഞു പോയി. ഒറ്റ പൊന്നു കർത്താവേ, ഞാൻ ആ കള്ളം പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ അങ്ങനെ പറയാതെ എൻ്റെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് സംഭവിച്ചു. എന്നോട് ക്ഷമിക്കുക കർത്താവേ, എന്നോട് പൊറുക്ക് കർത്താവേ. എത്ര പേർക്ക് അങ്ങനെയൊക്കെ ഭയങ്കര വല്ലാത്തൊരു ഒരു 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 റിഗ്രഷൻ തോന്നിയിട്ടുണ്ട്? നമ്മൾ ചില തെറ്റ് ചെയ്തു, ചില കോപിച്ചു, ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വ്യക്തി അടിക്കാൻ കൈ വാങ്ങി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ടാത്ത വാക്ക് ചേർത്ത് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു പാപം ചെയ്തു, നമ്മളൊരു വൃത്തികേട് കണ്ടു, നമ്മളൊരു പാപം ചെയ്തു പോയി, വേണ്ടാത്ത ഒരു ചാറ്റിങ്ങിൽ പെട്ടു, നമ്മൾ വേണ്ടാത്തൊരു ബന്ധത്തിൽ പോയി കണക്റ്റായി, വേണ്ടാന്ന് വിചാരിച്ചതാ, പക്ഷെ വീണ്ടും വീണ്ടും അങ്ങോട്ട് വലിച്ചു. കർത്താവ് തീർച്ചയായിട്ടും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയെ, പശ്ചാത്തപിക്കുന്ന വ്യക്തിയെയും പ്രവൃത്തിയെയും ദൈവം രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? കർത്താവിന് തെറ്റുപറ്റിയതാണോ? ഓടി വന്ന് നമുക്ക് വേണ്ടി ആമേൻ ആ തങ്ക തിരിച്ചോര നമുക്ക് വേണ്ടി തന്ന് നമ്മളെ വീണ്ടെടുക്കുക കർത്താവിന് തെറ്റുപറ്റിയതാണോ? അല്ല. കർത്താവ് പാപത്തെ നീതീകരിച്ചതാണോ? അല്ല. ദൈവം എപ്പോഴും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നെയും എൻ്റെ പ്രവൃത്തികളെയുമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന എന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന നിങ്ങളെയും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് നിങ്ങളിൽ കടന്ന് ചെയ്യുന്ന മറ്റൊരു അവസ്ഥയുണ്ട്, പാപത്തിൻ്റെ അവസ്ഥ, ജഡത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ജഡിക അഭിലാഷം ആത്മാവിനും ആത്മിക അഭിലാഷം ജഡത്തിനും വിരോധമാണ്. ഇത് തമ്മിലാണ് ഭിന്നിച്ചിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പാപങ്ങളുമല്ലോ നമ്മുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചത് എന്ന് പറയുമ്പോൾ, ഈ ജഡം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പാപം ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക്, കാരണം മനുഷ്യനെ ദൈവം അങ്ങനെ അല്ല സൃഷ്ടിച്ചേ. നിങ്ങളെ നല്ല അർത്ഥത്തിൽ എടുക്കാവുള്ളൂ, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കരുത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ദൈവത്തെ പോലെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന് തെറ്റുപറ്റി സൃഷ്ടിച്ചതാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിന് വേറെ ഇരിപ്പിടം ഇല്ലാഞ്ഞ് കേട്ടാണോ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഇരിപ്പിടമായി മനുഷ്യ ശരീരത്തെ, മനുഷ്യ കൂടാരത്തെ ദൈവത്തിന് ഇരിപ്പിടമായിട്ട് തിരഞ്ഞെടുത്ത്. നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. വേറെ ഇരിപ്പിടമില്ലേ കർത്താവിന്? ഇത്രയും സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവം പറയുന്നു ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ അകത്ത് കയറിയിരിക്കുന്നു എന്ന്. അപ്പം ദൈവത്തിന് തെറ്റുപറ്റുന്ന അല്ല. ദൈവത്തിന് മനുഷ്യനെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞെ, ഇപ്പം നീ ഒത്തിരി തെറ്റ് ചെയ്തു പോയ ഒരു വ്യക്തിയായിരിക്കാം, ഒത്തിരി കുറവുകൾ നിങ്ങൾക്ക് കാണും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലായിരിക്കും നിങ്ങളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ദൈവം നിന്നെ വെറുക്കുന്നുമില്ല, കളയുന്നുമില്ല, അടുത്ത ദിവസം പ്രാർത്ഥിച്ചു പോലെ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറയുന്നുമില്ല. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എനിക്കിത്രേ പറയാനറിയൂ കുഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആരോടും പോയി പറയത്തില്ലെങ്കിൽ ഞാൻ ഒരു രഹസ്യം കൂടെ പറയാം. നിൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും, നിൻ്റെ പപ്പ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും, സഹോദരങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും, ബന്ധുക്കൾ സ്നേഹിക്കുന്നതിനേക്കാളും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ, നമ്മുടെ ഇന്നത്തെ മെസ്സേജ് ഇച്ചിരി ലെങ്ത് കൂടുതലാണ് കേട്ടോ, ആവശ്യക്കാർ മാത്രം കേട്ടാൽ മതി. ഈ ദൈവം അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും, നമ്മുടെ അഭിഷേകം നശിച്ചു പോകുന്ന മറ്റു കാര്യം കേട്ടോ, നമുക്കൊരു വളർച്ചയില്ലാത്തതിൻ്റെയും നമുക്കൊരു വിടുതലില്ലാത്തതിൻ്റെയും 24 മണിക്കൂറും പാറ പൊട്ടിക്കുന്ന പോലെ അന്യഭാഷ പ്രാർത്ഥന, ഈ ജാക്ക് ഹാമർ കൊണ്ടുവച്ച് കട്ട 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 പൊട്ടിക്കുന്ന പോലെ നമ്മൾ ഈ അന്യഭാഷ പറഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യത്തിന് വിടുതലില്ലാത്തതിൻ്റെയും തകർച്ച വരുന്നതിൻ്റെയൊക്കെ കാരണത്തിൽ പലതും ഞാൻ പറയുന്നതും കൂടെ ആയിരിക്കാം. അതാണെന്നല്ല, ഇതായിരിക്കാം എന്നും കൂടെ പറയുക കേട്ടോ. ഈ അന്യഭാഷ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ വിടുതലില്ലാത്തതിൻ്റെയും ഈ ചില കാര്യങ്ങൾക്കൊന്നും കീറാമുട്ടി പോലെ ചില വിഷയങ്ങൾ ഇന്നും കിടക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയാവോ? അത് നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ ജഡത്തിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കേ, നമുക്ക് പിണക്കമില്ലെന്നൊന്നും പറയണ്ട, അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കണം. നമുക്ക് ഈർഷ്യയില്ലെന്നൊന്നും പറയണ്ട, പിണങ്ങാനുള്ള അവസരമൊക്കെ കിട്ടി നോക്കണം, ശരിയായ ഭംഗി പുറത്ത് വരും. ഒന്നും പറയാൻ അറിയാത്ത ആളാന്നൊന്നും പറയണ്ട, ശരിക്കും ഒന്ന് ചുരണ്ടി നോക്കണം, അന്നേരം അറിയാം. ഈർഷ്യയും പിണക്കവും, ഇച്ചിരി ഹെഡ് വെയിറ്റും, ഇച്ചിരി അല്പസ്വല്പം ഒരു പ്രതികരണ മനോഭാവവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്.
എല്ലാവർക്കും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട, എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ, അപ്പം എൻ്റെ ഇടയിൽ നിന്ന് നീക്കേണ്ട എന്താ? ഇടം കൊടുത്തിരിക്കുന്ന ഈ സാധനത്തെയാണ്. കാരണം സാത്താനെ പിടിച്ച് വാടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പുള്ളിക്ക് കൊമ്പില്ല, കണ്ണില്ല, മൂക്കില്ല, വായി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഈ സാധനം നമ്മുടെ കൂടെ ആയിരിക്കുന്നതെന്ന്. നമ്മളിൽ തന്നെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നോണ്ടാണ് ഇടയിൽ എന്ന് പറയുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് മറ്റൊരിടത്ത് പറഞ്ഞേക്കുമ്പോൾ ഇടയിൽ ഇരിക്കുന്ന അവൻ്റെ പ്രവൃത്തികൾ ഇവിടെ ഉണ്ടത്രേ എന്ന് കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുകയാണ്. എന്താണത്? നിങ്ങളുടെ ഇടയിൽ ആരിയ്ക്കുന്നു? ദൂതനിരിക്കുന്നു എന്നല്ല, മിഖായേൽ ഇരിക്കുന്നു എന്നല്ല, ഗബ്രിയേൽ ഇരിക്കുന്നു എന്നല്ല, യേശുക്രിസ്തു ഇരിക്കുന്നു എന്നല്ല. മക്കളെ, നിങ്ങളിതൊന്നും കാണാത്തൊരു സാധനം നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആരാത്? ഈർഷ്യയും ഇരിക്കുന്നു, പിണക്കവും ഉണ്ട്. പിണക്കമുണ്ട്. ആരോടോ പിണക്കമുണ്ട്. ഈർഷ്യയും പിണക്കവും ഇരിക്കെ ഇരിക്കുന്നു. നമ്മൾ പറയാം പരിശുദ്ധാത്മാവ് ഇരിക്കുന്നതിൽ. പക്ഷെ ലേഖനം പറയുന്നു നിങ്ങളുടെ ഇടയിലിരിക്കുന്നു. ആര്? പരിശുദ്ധാത്മാവ്. അല്ലട മിണ്ടായിരിക്കും, വാടക. ഈർഷ്യ ഇരിക്കുന്നു. പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നോ? പിണക്കമിരിക്കുന്നു. പിന്നെ നമ്മൾ വേറെ വല്ലതും പറയണം. അവരുടെ ആഭിചാരം ചെയ്തു, ഇവരാഭിചാരം ചെയ്തു, അവരും അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ദൈവം ഒരു വേലിക്കപ്പുറം നിർത്തിയിരിക്കുക. ആർക്കാ സംശയമുള്ളേ? ആഭിചാരേറ്റ്, മന്ത്രവാദയേറ്റ്, കൂടപത്രമേറ്റ്, വെടിക്കെട്ടേറ്റ് അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവർ ചെയ്തു. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ചിന്തിപ്പിച്ചു. അതൊക്കെ അവർ ചെയ്തു. പക്ഷേ അതൊക്കെ ഒരു വേലിക്കപ്പുറം നിൽക്കുക. ഒരു വേലിക്കപ്പുറം. എന്ത് വേലി? മുള്ളുവേലിയല്ല, അഗ്നി വേലിക്കപ്പുറം. അഗ്നി മതിലിനപ്പുറം നിൽക്കുക. എന്നാ പിന്നെ കൊള്ളാലോ. എന്നിട്ട് കർത്താവ് പറയടാ, നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ. അത് രണ്ടുപേര് താമസിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കാം, രണ്ടുപേര് സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കാം, 5 പേര് താമസിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കാം, ഒരു 100 പേരുള്ളതിൻ്റെ ഇടയിലായിരിക്കാം. ഇടയിൽ ഒരുത്ത പതിയിരിക്കുകയാണ്. അതാണ് ഈർഷ്യ, പിണക്കം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിലിരിക്കെ, ഇത് പലതുണ്ട് കേട്ടോ. ഇത് ഈർഷ്യ പിണക്കം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മിൽ വസിപ്പിച്ചിരിക്കുന്ന, നമ്മിൽ തന്നെ ഇരുന്ന്, നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മിൽ തന്നെ ഇരുന്ന് മെല്ലെ തല പൊക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. അതെല്ലാം നിങ്ങൾ ഇടയിൽ എന്നതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തോളൂ, തെറ്റില്ല. അപ്പം അടുത്ത വാക്ക് പറയുക, നിങ്ങൾ ജഡികന്മാരും. ദേ കിടക്കുന്നു. നമ്മൾ ഭയങ്കര ആത്മീയൻ കളിച്ച് നടക്കുമായിരുന്നു. സ്തോത്രം. നമ്മൾ ആത്മീയം കളിച്ച് നടക്കുമായിരുന്നു. പക്ഷെ പറയാം, മോനെ നീ ആത്മീയനൊക്കെ തന്നെ, എനിക്കൊരു സംശയമില്ല. പക്ഷേ നിന്റെ ഇടയിലൊരു ഭൂതമുണ്ട്, നിന്നിലൊരു ഭൂതമുണ്ട്. എന്ത് ഭൂതം? ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കുന്നവൻ, ഞാൻ ഉപവസിക്കുന്നവൻ, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ, ഞാൻ സ്തോത്ര കാഴ്ച കൊടുക്കുന്നവൻ. അത് കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, സ്തോത്ര കാഴ്ച കൊടുക്കുന്നവൻ. ആ പറയാ, നിങ്ങൾ ജഡികന്മാരും. നിങ്ങൾ ജഡികൻ. അത് മറ്റൊരു വ്യക്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ജഡികന്മാരും, ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവർ. അപ്പൊ മനുഷ്യനല്ല ജഡികൻ. മനുഷ്യനെ കളങ്കപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ജഡികൻ. ചുരുക്കി പറഞ്ഞ സാത്താന്റെ വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ മനുഷ്യനിലേക്ക് കടന്നിട്ട് അവനെ ജഡികനായ മനുഷ്യൻ എന്ന് പേർ വരുവാൻ കാരണമായത്. കാരണം ഈ ഇമോഷൻസ് എല്ലാം സാത്താനി എന്നുള്ളതാ. ഈ ജഡികൻ എന്ന് പറയുമ്പോൾ കേവലം ഈർഷ്യ പിണക്കത്തിനകത്ത് മാത്രമല്ല, എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിൻ്റെതല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ജഡത്തിൻ്റെ കാറ്റഗറിക്കകത്ത് പെടും. ഹല്ലേലൂയ. ഞാൻ ഇനി പറഞ്ഞ ഒത്തിരി സമയം വൈകും, ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. നിങ്ങൾ വായിക്കുക. എന്നിട്ട് പറയാ, ഒരുത്തൻ പൗലോസിന്റെ പക്ഷക്കാരൻ. ഞാൻ ഇന്ന കൂട്ടായ്മയ്ക്കകത്തുള്ള തീയാ കൂട്ടായ്മ. മോനെ, കൂട്ടായ്മയൊക്കെ തീയ, പക്ഷെ കൂട്ടത്തിനകത്ത് നിൽക്കുന്ന ഞാൻ അഭിഷേകക്കാരൻ. കൂട്ടായ്മയുടെ പ്രശ്നമൊന്നുമല്ല, വചനം കിട്ടാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല, അവിടെ ആരാധന ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല. നമ്മളിൽ ആരൊക്കെയോ അങ്ങനെയൊക്കെ കരുതി വെച്ചേക്കുക. അവിടെ പോയാൽ, നീ എവിടെ പോയാലും ഈ സാധനത്തെ നീ തിരിച്ചറിയണം. അവിടുത്തെ ഇങ്ങോട്ട് പോരെ, അവിടെ തീയല്ലേ, തീ കൂമ്പാരമല്ലേ, തീയുടെ ഹോൾസെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലേ. സത്യ, അതെല്ലാം സത്യ. പക്ഷെ തീ ഇല്ലാത്തതോ തീ കുറഞ്ഞതോ തീ ഉള്ളതോ ഒന്നും അല്ല വിഷയം. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഞാൻ എന്ന വ്യക്തിയാണ് വിഷയം. കാരണം ഞാനാണ് എന്നിൽ ഈ സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്.
ഈ കൂട്ടായ്മയ്ക്കകത്ത് തീ ഉള്ളതുകൊണ്ടാ ഈ തീക്കകത്ത് ഈ സാധനം എടുത്ത് ദൈവം ഇങ്ങനെ വെച്ച് കരിക്കാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ മുരടിപ്പിക്കുന്നതും, ഒരു വ്യക്തിയിൽ ആത്മീയ ശോഷണം ഉണ്ടാക്കുന്നതും, ഒരു വ്യക്തിയിൽ ആത്മീയ മന്ദോഷ്ണാവസ്ഥ സൃഷ്ടിക്കുന്നതും ആരും ആഭിചാരം ചെയ്തിട്ട് മന്ത്രവാദം ചെയ്തിട്ട് എതിർപ്രാർത്ഥന നടത്തിയിട്ട് മാത്രമല്ല, ഇത്യാദി ജഡത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യനാകുന്ന എന്നിൽ വസിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നിർത്തുക, ഞാൻ ചാടുക, ഞാൻ അടുത്ത പോവുക. യാക്കോബിന്റെ 4-ാമത്തെ അധ്യായം ഞാൻ വായിച്ചു വിടാം കേട്ടോ. യാക്കോബിന്റെ 4-ാമത്തെ അധ്യായം, യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം, യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ചോദ്യമാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അവയവങ്ങൾ ഇത് കേവലം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് മാത്രമല്ല. നിങ്ങളുടെ അവയവങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒത്തിരി സമയം പോകും. നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. എന്തിനാ അസൂയ? ഒരു വ്യക്തി വളരുന്നതിൽ, ഒരു വ്യക്തി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിൽ, ഒരു വ്യക്തി കാറ് വാങ്ങുന്നതിൽ, ഒരു വ്യക്തി വീട് വെക്കുന്നതിൽ, ഒരു വ്യക്തി നല്ല സാരി ഉടുക്കുന്നതിൽ, നല്ല ഡ്രസ്സ് ഇടുന്നതിൽ, ഒരു വ്യക്തിക്ക് 10 പേര് കൂടുന്നതിൽ എന്തിനാ അസൂയ? എന്നാ വല്ല ഗുണമുണ്ടോ? വചനം പറയുക, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. വല്ലവരും വളരുന്നതും വളർത്തുന്നതും കണ്ടിട്ട് എന്തിനാ? നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കത്തില്ല. കാരണം നീതി ദൈവത്തിന്റെ സന്നിധി ഇരിക്കുക. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് പരാമർശിക്കാൻ കഴിയും ഈ വാക്യം എടുത്ത്. നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയും, ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞ്, നമ്മുടെ ഇന്റൻഷൻ ദൈവം നോക്കുന്നു, നമ്മുടെ ഉദ്ദേശത്തെ ദൈവം നോക്കുന്നു. പോട്ടെ, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ, കേട്ടോ, അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാക്ഷിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, വസിക്കുമാറാക്കിയ ആത്മാവ് എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് ഇരിക്കുന്നവനിൽ തന്നെ പൊങ്ങുന്ന ഒരു വികാരമാണ് അസൂയ, കുല, പിണക്കം, ഈർഷ്യ, ശണ്ഠ, ഭോഗേച്ഛ, ദുഷ്കാമം തുടങ്ങി ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തികൾ. ഒന്നുകൂടെ പറയട്ടെ, ഇവിടുത്തെ വചനപ്രകാരം, യാക്കോബിന്റെ ലേഖനപ്രകാരം, ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ടിരിക്കുന്നവനിൽ തന്നെ ഉടലെടുക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇവിടെ യാക്കോബ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ എന്താ പറയുന്നത്? ഈ ആത്മാവ് അകത്തിരിക്കുന്നത് അസൂയയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്ന ആത്മാവെന്നാണോ? അല്ല ചെക്ക, അത് മറ്റൊരു വ്യക്തിത്വമാണ്. അത് ജഡം എന്നൊരു വ്യക്തിത്വമാണ്. അത് വേറൊരു സ്പിരിറ്റാണ്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് മ്യൂട്ടാണ്. പലരിലും ദൈവത്തിന്റെ ആത്മാവ് മ്യൂട്ടായി പോയതിന്റെ കാരണം, ദർശനങ്ങൾ നിന്നുപോയതിന്റെ കാരണം, വ്യാഖ്യാനപരം നിന്നുപോയതിന്റെ കാരണം, പ്രവചനങ്ങൾ നിന്നുപോയതിന്റെ കാരണം, ആത്മശക്തി നിലച്ചുപോയതിന്റെ കാരണം, ആത്മസാന്നിധ്യം അനുഭവിക്കാത്തതിന്റെ കാരണം, ദൈവം ഉപയോഗിക്കുന്നതിൽ ഒന്ന് കുറഞ്ഞു പോയതിന്റെ കാരണം, നിന്റെ പല അവസരങ്ങളും നഷ്ടപ്പെടുന്നതിന്റെ കാരണം, നിന്റെ നന്മകളെല്ലാം മുടങ്ങിപ്പോകുന്നതിന്റെ കാരണം, ഒരു മനുഷ്യന്റെ ഏതു വാഗ്ദത്തങ്ങളും തടയപ്പെടുന്നതിന്റെ കാരണം, തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് മനുഷ്യനിൽ നിന്ന് പൊങ്ങുന്ന ജഡികമാകുന്ന സ്വഭാവങ്ങൾ വലിയ ഒരളവിൽ അതിൽ പങ്കുവഹിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ വെളിച്ചത്തിൽ കാണാനായി സാധിക്കും. വലിയൊരളവിൽ പങ്കുവഹിക്കുന്നു. എന്നാൽ എല്ലാം അങ്ങനെയല്ല. പൈശാചികമാകുന്ന തടസ്സങ്ങളുണ്ട്, സാത്താൻ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുണ്ട്, സാത്താൻ എന്നിലൂടെ നിയമപരമായി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ, സമയം കഴിഞ്ഞു. 1-2 വാക്യോടെ എടുക്കണമെന്നുണ്ടായിരുന്നു, സമയം കഴിഞ്ഞു. അതുകൊണ്ട് നഷ്ടമായി പോയി എന്ന് നമ്മൾ കരുതുന്ന അഭിഷേകമാകട്ടെ, നമ്മുടെ മിനിസ്ട്രി ആകട്ടെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാകട്ടെ, ഉദ്ദേശങ്ങളാകട്ടെ, നമ്മുടെ പ്രവചനപരമാകട്ടെ, നമ്മുടെ വ്യാഖ്യാനപരമാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, എന്തും നമുക്ക് റിസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ പറ്റും? നമ്മളെ
മറ്റേ വ്യക്തിത്വത്തെ മ്യൂട്ടാക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ ഉണർത്തുക. എങ്ങനെ അതിന് സാധിക്കും? ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന, വചനധ്യാനം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലെ തിരിച്ചുവരവ്, നമ്മുടെ ചില തീരുമാനമെടുപ്പ്, ഇതിലൂടെ നമുക്ക് വളരാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. കർത്താവ് ആരെയും മുരടിപ്പിക്കുന്നില്ല, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്നില്ല. ദൈവം ആരുടെ വളർച്ചയിലും അസൂയപ്പെടുന്നില്ല, ദൈവം ആരെയും മുരടിപ്പിക്കുന്നില്ല, തളർത്തുന്നില്ല, ദൈവം ആരുടെ അഭിഷേകത്തെ എടുത്തു കളയുന്നില്ല. പിന്നെന്താ ഈ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ, ഒരാൾ നടക്കുന്നു, അവൻ്റെ നെഞ്ചിൽ കൂടെ, അവൻ്റെ വയറിൽ കൂടെ, അവൻ്റെ ഈ സൈഡിൽ കൂടെ എല്ലാം എന്തോ കിഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു, ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം അവനിൽ തന്നെ സുഷിരം സൃഷ്ടിച്ച് അവനിലൂടെ തന്നെ അതിനെ പുറത്തേക്ക് ഒഴുക്കി കളയുന്ന സാത്താൻ്റെ പല സ്കീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മളിതിനെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ആർക്കോ ഭയങ്കര താല്പര്യമുണ്ട്, അതേ ബ്രദറെ, എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം, എൻ്റെ പഴയ ഒരു ശക്തിയും കൃപയും ഒക്കെ എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം. എത്ര ദൈവമക്കൾക്ക് അത് ആഗ്രഹമുണ്ട്? തിരിച്ചു പിടിച്ചാൽ നിൻ്റെ ജീവിതം മാറും കുഞ്ഞെ. കാരണം നിങ്ങളെയൊക്കെ ദൈവം അതിശക്തമായി ഉപയോഗിക്കും. വിശ്വാസമുണ്ടോ? നിങ്ങളെ ദൈവം അതിശക്തമായി ഉപയോഗിക്കും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ലിബ്രാസി ഹെൽബ്രഷൻ ടബ. ചിലതിനെയൊക്കെ നിങ്ങൾ കുടഞ്ഞ് കളയാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടെങ്കിൽ അത് ചെയ്തേക്കുക. ഈ സെക്കൻഡിൽ ആത്മീയ വർധനവിനുള്ള ഒരു ചാനൽ കർത്താവ് ഇതിനകത്ത് ഓപ്പണാക്കിയിരിക്കുകയാണ്. അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷയിലും, അല്ലാത്തവർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലും പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ പോലും അറിയാതെ എന്നെ കൺട്രോൾ ചെയ്യുന്നു എല്ലാ ഡിമോണിക് സിസ്റ്റവും, എല്ലാ സാത്താൻ്റെ നിയമങ്ങളും, അവൻ്റെ ചേഷ്ടകളും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ നിന്ന് പൊട്ടിമാറട്ടെ. എന്നിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ചോർച്ചയുടെ വാതിലുകളും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്കുന്നു എന്ന് പറയുക. എല്ലാ അഭിഷേകം ചോർന്നു പോകുന്ന വഴികളും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്കുന്നു എന്ന് പറയുക. എൻ്റെ അഭിഷേകം നഷ്ടമായി പോകുന്ന എല്ലാ റൂട്ടുകളും ഞാൻ ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുക. എനിക്ക് നഷ്ടമായി പോയ ദൈവബന്ധത്തെ എനിക്ക് തിരിച്ചു വേണമപ്പാ എന്ന് പറയുക. അപ്പാ, എന്നിലത് പുനഃസൃഷ്ടിക്കണമേ എന്ന് പറയുക. അപ്പാ, എന്നെ കൈകളിലേക്ക് എടുത്ത് ശുദ്ധി വരുത്തണമേ എന്ന് പറയുക. അപ്പാ, അങ്ങയുടെ ആത്മാവിനെ എങ്കിലേക്ക് അയച്ചു തരണമേ എന്ന് പറയുക. അപ്പാ, എന്നെ ചുറ്റിയിരിക്കുന്ന എല്ലാ ജഡത്തിന്റെ ഭോഗേച്ഛകളും, എല്ലാ ജഡത്തിന്റെ ഇഷ്ടങ്ങളും എന്നിൽ നിന്നും ഞാൻ നീക്കിക്കളയുന്നു എന്ന് പറയുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ ബോധ്യം ചിലരിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായ ഒരു ഉഷ്ണക്കാറ്റ് നിന്റെ മേൽ കർത്താവ് വീശുകയാണ്. ഈ സെക്കൻഡിൽ നിന്നെ ഫോളോ ചെയ്യുന്ന, നിഴലുകൾ പോലെ അനുഗമിക്കുന്ന എല്ലാ സാത്താന്റെ ശക്തികളും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകട്ടെ. ഒരത്യന്ത ശക്തി ഈ സെക്കൻഡിൽ കൊതിക്കുന്നവന്റെ മേൽ, yes, in the mighty name of Jesus. അതെ, അഭിഷേകം ചോർത്താൻ എന്നെ തന്നെ ഒരായുധമാക്കി, എന്നെ തന്നെ അതിന് ഇരയാക്കുന്ന സാത്താന്റെ പദ്ധതികൾ, ആത്മീയ ശോഷണമുണ്ടാകുവാൻ എന്നെ തന്നെ ഒരു ഉപകരണമാക്കി എന്നെ തന്നെ കരുവാക്കുന്ന സാത്താന്റെ പദ്ധതികൾ, പ്രാർത്ഥിച്ച് കയറാതിരിക്കാൻ, പ്രാർത്ഥിച്ച് വിടുതലെടുക്കാതിരിക്കാൻ എന്നെ തന്നെ ഒരു ഉപകരണമാക്കി എന്നെ തന്നെ കരുവാക്കുന്ന സാത്താന്റെ ഉപായം, തന്ത്രങ്ങൾ തിരിച്ചറിയുക. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ. ഇന്ന് ദൈവാത്മാവ് ആരോടോ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിച്ച ഈ ആലോചന ഒരു വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിന്നിലൂടെ തന്നെ ദൈവം വഴിവെക്കുകയാണ്. കാണാൻ ആഗ്രഹിച്ച ആമേൻ പ്രാർത്ഥനയുടെ മറുപടികൾ
യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കാൻ പോകുക. കാണാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ ഡോറിൽ മുട്ടാൻ പോകുക. കാണാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ ഫോണിലേക്ക് വരാൻ പോകുക. കാണാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ മെയിൽ ബോക്സിലേക്ക് വരാൻ പോകുക. കാണാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ അതൊരു ഫോൺ കോളായി വരാൻ പോകുക. കാണാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ ഇൻവിറ്റേഷനായി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഈ ദൂതുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ വാക്കുകൾ, ഈ പരാമർശങ്ങൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഈ വിടുതലുകൾ കാണുവാൻ, ഈ വിടുതലുകൾ കണ്ണുകളിലേക്ക് എത്തുവാൻ, ഈ വിടുതലുകൾ കാതിലേക്ക് എത്തുവാൻ, ഈ വിടുതലുകൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സാത്താനിക സൃഷ്ടികളെ, മരങ്ങളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ, 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 ആമേൻ. കുഞ്ഞെ, ഇനി നീ അവിശ്വസിക്കണ്ട, ഇനി നീ അവിശ്വസിക്കണ്ട, ഇനി നീ കരയണ്ട, ഇനി കാത്തിരിക്കണ്ട. ചിലതിന്റെ മറുപടികൾ നിന്റെ പടിപ്പുര മുറ്റത്ത് നിൽക്കാൻ പോകുകയാ. പത്രോസ് എന്ന് പറയുന്ന അഭിഷിക്തന് വേണ്ടി ഒരു കൂട്ടം അമ്മമാർ, ഒരു സഭ ഏക മനസ്സോടെ ഒരു മനപ്പെട്ടവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ പ്രാർത്ഥിച്ചതിന്റെ മറുപടി പടിപ്പുര വാതിൽക്കൽ വന്നു നിന്ന് വാതിലിൽ മുട്ടിയെന്ന് തിരുവെഴുത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുമ്പോ ചില മറുപടികൾ നിന്റെ വാതിൽ മുട്ടാൻ പോകുകയാണ് കുഞ്ഞെ. ചില മറുപടികൾ നിന്റെ ഫോണിൽ റിംഗിംഗ് ആയി വരാൻ പോകുകയാണ്, കോളായി വരാൻ പോകുകയാണ്. ചില മറുപടികൾ മെയിൽ ബോക്സിൽ വരാൻ പോകുകയാണ്. ചില മറുപടികൾ ഇൻവിറ്റേഷനായി വരാൻ പോകുകയാണ്. ചില മറുപടികൾ കൃപാവരങ്ങളായി തുറക്കാൻ പോകുകയാണ്. ചില മറുപടികൾ യേശുവിന്റെ നാമത്തിൽ യാത്രകളായി വരാൻ പോകുകയാണ്. ചില മറുപടികൾ യേശുവിന്റെ നാമത്തിൽ അതൊരു അഭിഷേകമായി വരാൻ പോകുകയാണ്. ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അതിന്റെ തടസ്സങ്ങളെ ക്രഷ് ചെയ്യുകയാണ്, തടസ്സങ്ങളെ ക്രഷ് ചെയ്യുകയാണ്. അതിന്റെ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്രഷ് ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ മറുപടികൾ വരാനുള്ള കിഴക്ക് ദിക്ക് തുറക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ മറുപടികൾ വരാനുള്ള പടിഞ്ഞാറ് ദിക്ക് തുറക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ മറുപടികൾ വരാനുള്ള വടക്ക് ദിക്ക് തുറക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ മറുപടികൾ വരാനുള്ള തെക്ക് ദിക്ക് തുറക്കട്ടെ. രാജ്യങ്ങൾ തുറക്കട്ടെ, പട്ടണങ്ങൾ തുറക്കട്ടെ, ഗ്രാമങ്ങൾ തുറക്കട്ടെ, പഞ്ചായത്തുകൾ തുറക്കട്ടെ, ഭവനങ്ങൾ തുറക്കട്ടെ, ചർച്ചുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ വാതിലുകൾ, സൂപ്പർ നാച്ചുറൽ വേസ് യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. എല്ലാ സാമ്പത്തിക മേഖലകളും തുറക്കപ്പെടട്ടെ. എല്ലാ സാമ്പത്തിക മേഖലകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ പിടിച്ചുകെട്ടുന്ന അന്ധകാര ശക്തികളെ തകർക്കുന്നു. എല്ലാ വൈരികളുടെ ബലത്തെ കെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൈശാചിക തീയുടെ ബലത്തെ ഞങ്ങൾ യേശു നാമത്തിൽ കെടുത്തുന്നു. തുറക്കപ്പെട്ട സാമ്പത്തിക നന്മകൾ, എല്ലാ കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ ജപ്തി ക്യാൻസൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു മുന്നേറ്റത്തെ, അഭിവൃദ്ധിയെ തടയുന്ന സകല ദുഷ്ടവ്യാപാരമേ യേശു നാമത്തിൽ വിട്ടുമാറ. സൗഖ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ബന്ധങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പ്രത്യാശയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഹോളി ഗോസ്റ്റ് ലമാനാറ്റെ സാന്റാ കമായഹവ എലിബ്രസഖോറോഹോസിയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് ഈ മീറ്റിംഗിൽ ആമേൻ പറഞ്ഞ ഒരു വ്യക്തിയുടെ മേൽ പോലും അപ്പാ ഈ വിടുതൽ വെളിപ്പെടാതിരിക്കരുത്. ഞാൻ ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് പറയുക ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ശക്തിയും അയച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിടുതലുകൾ നടന്നിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ വലിയൊരു
പെരുമഴ ഇതിനകത്ത് കർത്താവ് പകർന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളിൽ നമ്മളത് കാണും, നമ്മളത് അനുഭവിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. നിങ്ങൾ മുടങ്ങാതെ ദൈവവചനം കേൾക്കാനും പഠിക്കാനും വളരാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്ന് വരെ ഒരു മെസ്സേജ് പോലും നിങ്ങൾ ആർക്കും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രി ഇവിടെ മുതൽ ആരംഭിക്കട്ടെ. ഈ മെസ്സേജ് മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പുറകെ വരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഓർക്കാമെന്ന ഉറപ്പോടെ ഇപ്പോൾ ഇവിടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.